സ്വാഗതം ആശംസിച്ച നൗഷാദ്, ഈ പ്രോഗ്രാം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജില്ലാ സെക്രട്ടറി കണ്ണൻ പടത്താനം, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ധർമ്മധീരരായ പ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇന്നാട്ടിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നാം ആഘോഷിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടത്തെ ബിജെപിയും സംഘപരിവാരവും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഭരണഘടനയല്ല ഡോക്ടർ BR അംബേദ്കർ രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ള ഒരു പരിഭവത്തോടുകൂടി ആ റിപ്പബ്ലിക് ദിന പരിപാടികളെ അവഹേളിച്ചുകൊണ്ടും അതിനെ വളരെ മോശമായ രീതിയിൽ വരച്ചുകാട്ടിയുമാണ് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരിപാടി രാജ്യതലസ്ഥാനത്തും ഒരുപക്ഷെ ഇന്ത്യയിലും കൊണ്ടാടുന്നത്. ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് രാജ്യത്തോട് ഇവിടുത്തെ RSSഉം സംഘപരിവാരവും വിളിച്ചു പറയുന്നത് എന്ന് വിശദമായി നാം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തച്ചു തകർത്തുകൊണ്ട് രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വമെന്ന ആപ്തവാക്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വർഗീയതയുടെയും വംശീയതയുടെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ പാകിക്കൊണ്ട് രാജ്യത്തിന്റെ സുമനസ്സുകളായ ഒരു പൗരന്മാരോടും വിവേചനത്തോടുകൂടി പറയുകയാണ്, നമ്മുടെ രാജ്യം, ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇത് ഹിന്ദുക്കളുടേതാണ്, മറിച്ച് ഇവിടെ ജനിച്ച് അല്ലെങ്കിൽ ഇവിടെ വളർന്ന, ഇവിടെ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഒരു മതക്കാരനെയും ഒരു മതവും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു രാജ്യത്തിന്റെ അഭിമാനവും ആത്മാഭിമാനവും ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യനും കമ്മ്യൂണിസ്റ്റുകാരനും മതമുള്ളവനും മതമില്ലാത്തവനും ജൈനനും ബുദ്ധനും സിഖുകാരനുമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ തെരുവീതികളിൽ ഇന്ന് കവലകളിൽ ഇരുന്നു കൊണ്ട് സംവദിക്കുന്നവരോട് ഇവിടുത്തെ RSSഉം സംഘപരിവാരവും പറയുകയാണ്, ഞങ്ങൾ വീക്ഷിക്കുന്നതും ഞങ്ങൾ നിരീക്ഷിക്കുന്നതും ഞങ്ങൾ പറയുന്നതും നിങ്ങൾ നടപ്പിലാക്കണം. അതിനുവേണ്ടി തെരുവുകളിലൂടെ നിങ്ങൾ അബദ്ധങ്ങൾ തീർത്തുകൊണ്ട് കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ രാജ്യത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ഇവിടത്തെ സംഘപരിവാറിന്റെ RSSന്റെ പ്രവർത്തകരെ കയറൂരി വിടുമ്പോൾ ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ളവർ അവർ ഇരുന്നു കൊണ്ട് അവർ പരസ്പരം പങ്കുവയ്ക്കുന്നത് രാജ്യത്തിന്റെ പൈതൃകത്തെ തച്ചു തകർക്കുന്ന RSS കിങ്കരന്മാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, എത്ര കബന്ധങ്ങൾ തീർത്തു എന്നുള്ള കണക്കുകളെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ യശസ്സിന് വേണ്ടി ഇതൊക്കെ ഇനിയും ചെയ്യേണ്ടതുണ്ട്. മറിച്ച് രാജ്യത്ത് നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പേക്കൂത്തുണ്ടല്ലോ, ഇത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് എന്ന് RSSന്റെയും സംഘപരിവാറിന്റെയും രാജ്യം ഭരിക്കുന്ന കിങ്കരന്മാരുടെയും മൗനാനുവാദത്തോടുകൂടി നടമാടുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശത്തെ തച്ചു തകർക്കപ്പെടുമ്പോൾ ഭരണഘടനയാണ് രാജ്യത്തിന്റെ ആപ്തവാക്യം. അത് വിഭാവനം ചെയ്ത ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ രാജ്യത്തിന്റെ നിന്ന് അപമാനിതനായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ രാജ്യത്തിന് വീണ്ടും വീണ്ടും പേരെടുത്ത് പറയേണ്ടതുണ്ടോ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ പൂർവികർ നമുക്ക് നേടുന്ന സ്വാതന്ത്ര്യത്തെ തച്ചു തകർക്കുന്നതിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ അതിനെതിരെ നിലപാടെടുക്കുന്നവരെ തീവ്രവാദികളായും മതഭ്രാന്തന്മാരായും ചിത്രീകരിച്ചുകൊണ്ട് തെരുവുകളിൽ നേരിടാൻ പോകുന്ന ഈ RSS സംഘപരിവാരത്തെ നാം തിരിച്ചറിയണം. എന്താണ് അവരുടെ അജണ്ട? എന്താണ് അവർ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനുഷ്യ മക്കളെ, അവരുടെ ജീവനെ ഒരു പുള്ളിവില കൽപ്പിച്ചുകൊണ്ട് അവനെ മൃഗീയമായി എങ്ങനെ കൊല്ലാമെന്ന ഫാക്ടറിയിൽ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചിട്ടുള്ള RSS സംഘപരിവാരവും
നാം മനസ്സിലാക്കണം. 1925 രൂപം കൊണ്ട RSS എന്ന് പറയുന്ന ഒരു ഇന്ന് രാഷ്ട്രീയത്തിന് ഭരണസിരാ കേന്ദ്രത്തിന് ഒരുപക്ഷെ അതിന് കൊപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന RSS രാജ്യത്തോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ നല്ലവരായി നല്ല സാഹോദര്യത്തോട് ജീവിക്കണമെന്നല്ല, നിങ്ങൾ ഇന്ത്യയുടെ യശസ്സ് ഉയർത്തണമെന്നല്ല, നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾ രാജ്യത്തിന് ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. ഹിന്ദുക്കളാണ് ഇവിടുത്തെ യഥാർത്ഥ മനുഷ്യരെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദു മതമാണ് യഥാർത്ഥ മതമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ട് ഇന്ന് മനുഷ്യന്റെ ഉൽപ്പത്തിയെ, അല്ലെങ്കിൽ അവൻ പ്രതിദാനം ചെയ്യുന്ന, അവൻ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്ന ആ ഒരു തൊഴിൽ അവസരങ്ങളെ, രാജ്യ പുരോഗതിയെ തച്ചു തകർക്കുന്ന, അതിന് ഒരു പക്ഷേ തടയിടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഈ വേദിയിൽ നിന്നുകൊണ്ട് SDP-യുടെ പരിപാടിയായതുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ മതസംഘടന നേതൃത്വങ്ങൾ ഒരുപക്ഷെ വീക്ഷിക്കും. അവർ ഉന്നയിക്കുന്നത് ഒരുപക്ഷെ RSS-ഉം സംഘപരിവാരത്തിനും എതിരായിട്ടുള്ള നിലപാടുകളാണ്. അതുകൊണ്ട് അവർ പറയുന്നത് അത്തരത്തിലുള്ള നിലപാടുകളായിരിക്കും. പക്ഷേ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് 2009 പാർട്ടി രൂപീകരിക്കപ്പെടുന്ന വേദികളിൽ പറയപ്പെടുമ്പോ ഒരുപക്ഷെ ആശ്ചര്യം തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ ഇത് പറയുമ്പോ മറ്റുള്ളവർ കേൾക്കുമ്പോ അവർക്ക് മനസ്സിലാകാതെ വന്നുപോയിട്ടുണ്ടാവാം. 2014 ശേഷം ഇന്ത്യയുടെ മാറ്റങ്ങൾ, തെരുവുകളിൽ ആക്രമിക്കപ്പെട്ട നിരവധി ദലിത് സഹോദരങ്ങൾ ഉൾപ്പെടെ, മുസ്ലിമുകൾ ഉൾപ്പെടെ, ക്രൈസ്തവർ ഉൾപ്പെടെ പിച്ചു ചീന്തപ്പെട്ടപ്പോൾ, ഇത് നിങ്ങൾ ഇനി പറയാൻ പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് തന്നെ അവർ ചോദിക്കും, ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ തച്ചു തുറക്കുന്നത് ഇവിടെ ഒരുപക്ഷെ മതന്യൂനപക്ഷങ്ങളല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനല്ല, കോൺഗ്രസുകാരനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനക്കാരനോ അല്ലെങ്കിൽ സംഘടനക്കാരോ അല്ല, മറിച്ച് കലാപകലുഷിതമായ അന്തരീക്ഷത്തിലൂടെ ഇന്ത്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് RSS-ഉം സംഘപരിവാരവുമാണ്. ഒരുപക്ഷെ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് ഡോസ് നടത്തി നോക്കി ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പേര് എന്തിനാണ് നിങ്ങൾ വിടുന്നത്? കാരണം ആ പേര് കേൾക്കുമ്പോ ഞങ്ങൾക്ക് വല്ലാതെ വിറകൊള്ളുന്നുണ്ട്. നിങ്ങൾ പേര് പറയേണ്ടത് ദൈവത്തിന്റെ പേരുകളല്ലേ, ഭഗവാന്റെ പേരല്ലേ. ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല ഭഗവാനോ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഭഗവാനെ വിളിക്കണം. പക്ഷേ ഭഗവാനെ വിളിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഏതൊക്കെ പൗരന്മാർക്ക് ഏതൊക്കെ മതവിശ്വാസമുണ്ടോ അതെല്ലാം വിളിക്കുവാനും പറയുവാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. ഈ മഹത്തരമായ ഭരണഘടനയെ പിച്ചു ചീന്തുവാൻ RSS സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ റിപ്പബ്ലിക് ഡേ പരിപാടി ജനുവരി 26, 2025 നടത്തപ്പെടുമ്പോ ഇതിലെ ഒരുപാട് സവിശേഷതകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഭാരതത്തില് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാകണം എന്നുള്ളതാണ് RSS-ഉം സംഘപരിവാരവും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെന്നും ഇവിടെ ഒരു വർഗ വിവേചനമില്ലാതെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കറുത്തവനും വെളുത്തവനും മതമുള്ളവനും മതമില്ലാത്തവരും എല്ലാവരും തോളോട് തോട് ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ സംഹിതയിൽ ഭാഗക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം, ഒരു സമൂഹം, ഒരു വലിയ ഭൂരിപക്ഷ സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള വസ്തുത ഇവിടുത്തെ RSS-ഉം സംഘപരിവാരവും ഒരുപക്ഷെ രാജ്യം ഭരിക്കുന്ന BJP-യും മറന്നു പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1925 തൊട്ട് നിങ്ങൾ ഓരോന്നും വിശകലനം ചെയ്തുകൊണ്ടുവരികയാണെങ്കിൽ രാജ്യത്ത് നിരവധി കലാപങ്ങൾ ഒപ്പുകൂട്ടിയിട്ടുള്ള, അത് വ്യക്തമായി ഓരോ കമ്മീഷനുകളും വരച്ചു കാട്ടിയിട്ടുള്ളത് RSS-ഉം സംഘപരിവാറിനും എതിരാണ്. മറിച്ച് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോ മറ്റേതെങ്കിലും സംഘടനകളോ അല്ല. എന്നും രാജ്യത്തെ വിദ്വേഷം പരത്തിക്കൊണ്ട് അതിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് വിദ്വേഷമൂപ്പിക്കുന്ന വിവേചനപരമായ പൗരന്മാരെ നോക്കിക്കാണുന്നത് ഇവിടെ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ആണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക.
എല്ലാ പൗരന്മാർക്കും തുല്യതയോടുകൂടി ഞങ്ങൾ കാണുകയും ഈ ഭരണഘടനയിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയും ഇവിടുത്തെ ജനക്ഷേമപരവുമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞയിൽ ഇത് ഏറ്റുപറഞ്ഞുകൊണ്ട് അധികാരം ഏറ്റെടുത്തവർ അത് ലംഘിക്കുന്നത് എത്ര പ്രാവശ്യമാണെന്ന് നിങ്ങൾ ഒന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ അച്ചടി ദൃശ്യ മാധ്യമങ്ങളുണ്ടല്ലോ, രാജ്യത്ത് സ്വതന്ത്രമായി നിങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നോട്ടിന്റെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് എന്നിങ്ങ് ഏറ്റവും താഴെ എത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സോമാലിയ അതുപോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ ഒപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുന്നു. ഇത് വെറുതെ എന്തെങ്കിലും ഇത്തരത്തിൽ വന്നതെന്നുകൊണ്ട് പറയുന്നതല്ല. നിങ്ങളൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാവും. 2014 ശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു, കറൻസിയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇതാ പുതിയതായിട്ട് പറയുന്നു, ഇനി ഡിജിറ്റൽ കറൻസി മതി, നോട്ടുകളൊന്നും വേണ്ട, അത് ഉപേക്ഷിക്കണം. കാരണം അത് കയ്യിലിരിക്കുന്നതുകൊണ്ടാണല്ലോ കുഴപ്പം. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോ ഒരുപക്ഷെ നമ്മുടെ നോട്ടിന് മൂല്യം വളരെ കുറഞ്ഞു പോകുന്നു. ഡിജിറ്റൽ കറൻസി ആവുമ്പോ ലോകം വീക്ഷിക്കുന്ന ഒരു മാറ്റത്തിന് ഇന്ത്യ ചുവട് വയ്ക്കുന്നു. ഡിജിറ്റലിലേക്ക് മാറണ്ട എന്നുള്ളതൊന്നുമല്ല, പക്ഷേ രാജ്യത്തെ പുരോഗതി ഉണ്ടാകുമ്പോ, രാജ്യത്ത് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോ, രാജ്യത്ത് എല്ലാ പൗരന്മാരും അവരുടേതായ വിയർപ്പുണക്കിക്കൊണ്ട് കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകി കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തുമ്പോ, വ്യാവസായിക മേഖലയെ പുഷ്ടിപ്പെടുത്തുമ്പോ രാജ്യത്ത് പുരോഗതി ഉണ്ടാവും, നോട്ടുകൾക്ക് മാറ്റമുണ്ടാകും, ഓഹരി വിപണിയിൽ മാറ്റമുണ്ടാകും. പക്ഷേ കർഷകരോട് ചെയ്ത ദ്രോഹം കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടതാണ്. ഇവിടുത്തെ ആദിവാസികളോട്, ദളിതരോട്, ക്രൈസ്തവരോട്, മതം ന്യൂനപക്ഷങ്ങളോട് ഇന്ന് വരെ ചെയ്തത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് പറയുന്ന ഇവിടുത്തെ അധസ്ഥിത പിന്നോക്ക വർഗക്കാരുണ്ടല്ലോ, അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രദേശങ്ങളിലും ഇന്ന് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ. ഇത് ഇവിടെ നിന്നുകൊണ്ട് ഈ സായം സന്ധ്യയിൽ പറയുമ്പോ വളരെ വേദനയുണ്ട്. കാരണം ദളിത് മക്കളെ അവരെ എല്ലാ കൊല ചെയ്യുമ്പോ, ക്രൈസ്തവരായ മക്കളെ അറുകൊല ചെയ്യുമ്പോ, പീഡിപ്പിക്കപ്പെടുമ്പോ, പച്ച മാംസത്തെ കത്തിക്കപ്പെടുമ്പോ, മണിപ്പൂരിന്റെ തെരുവുകളിൽ അങ്ങോട്ട് ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാള് തിരിഞ്ഞു നോക്കിയിട്ടില്ല, കാലങ്ങളായി അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ, യുപിയിൽ, ഗുജറാത്തിൽ എന്ന് വേണ്ട ഈ രാജ്യത്തെ എവിടെയൊക്കെ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, പക്ഷേ അവിടെയെല്ലാം വെച്ചു ചിന്തപ്പെടുന്നത് മത ന്യൂനപക്ഷങ്ങളാണ്, അടിസ്ഥാന വർഗ വിഭാഗക്കാരാണ്. അവരെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അവരിവിടെ അധസ്ഥിതനായി പോയി, അല്ലെങ്കിൽ ഒരുപക്ഷെ മൃഗങ്ങളെ ചത്തുപോകുമ്പോ, പശുക്കള് അല്ലെങ്കിൽ കന്നാലികൾ ചാകുമ്പോ അതിന്റെ തോല് വിരിച്ചുകൊണ്ട് കൊടുത്ത് അവരെ അതിനെ എടുത്ത് കുഴിയിൽ കുഴിച്ചിടുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടത്തെ ദളിതനെയും പിന്നോക്കക്കാരനെയും ആ പേര് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണിക്കൽ ഐഡിയോളജി അവരിവിടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വേണം. RSSനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയെ അത് ഇന്ന് മുത്തമിട്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന വളരെ വ്യവസ്ഥാപിതമായി നമ്മുടെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോ ഇവർ പറയുന്നത് ഇത് ഒരു മാറ്റമുണ്ടാകണം. കാരണം 2000 കെ സുദർശൻ RSSന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ഹിന്ദുത്വ വിരുദ്ധമാണ്. എന്താണ് 2000 RSSന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് സുദർശൻ പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് അനഭിമാനമാണ് എന്ന് പറഞ്ഞാൽ അഹിതമാണ്, ഞങ്ങൾക്ക് തൃപ്തികരമായതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം എന്താണ്? ഇത് വൈദേശിക ശക്തികളിൽ നിന്ന് കവർന്നെടുത്ത അല്ലെങ്കിൽ ആർജിച്ച രൂപം കൊടുത്ത ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. സ്വദേശി അല്ല. നമ്മൾ കുറച്ചാളുകൾ പോയിട്ടുണ്ട്. നിങ്ങള് ഈ സ്വദേശി വൽക്കരണം, നമ്മൾ വൈദേശികർ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും സ്വദേശത്തുണ്ടാക്കുന്നതായ ഉൽപ്പന്നങ്ങൾ ക്രയവിക്രയം ചെയ്യണമെന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്.
അതുകൊണ്ട് ഈ ഭരണഘടനയും വൈദേശിക ശക്തികളിൽ നിന്ന് ഊർജം പകർന്നുകൊണ്ട് ഡോക്ടർ BR ബാബാ സാഹിബ് അംബേദ്കർ ഉണ്ടാക്കിയ രൂപകൽപ്പന ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് പറ്റൂല എന്നല്ലേ ന്യായം? നല്ല ന്യായമല്ലേ? ഭരണഘടന ലോകത്ത് തന്നെ ഏറ്റവും ഉന്നതമാണ് എന്ന് പറയുന്ന ലോകരാജ്യങ്ങളിൽ വെച്ച് സവിശേഷമായ പല ഭാഗങ്ങളും ആർട്ടിക്കിളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണഘടനയെ കുറിച്ച് ഇങ്ങനെ RSSന്റെ തലവൻ അഭിപ്രായപ്പെട്ടപ്പോ ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും വളരെ ഒരു പ്രതികരണങ്ങൾ ഭരണഘടനയെ കുറിച്ചല്ലേ പറഞ്ഞത് പല ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന്. പക്ഷേ ഒരു വാർത്താ പ്രാധാന്യത്തോടുകൂടിയുള്ള ഒരു ചർച്ചയോ വിശകലനങ്ങളോ അതിന് അർഹിക്കുന്ന നിലയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RSS ഉദ്ദേശിക്കുന്ന മനുസ്മൃതി, അതിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുവാൻ അവർ ഒളിഞ്ഞും തെളിഞ്ഞും എന്ന് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദളിത് അല്ലെങ്കിൽ മതമുള്ളവനും മതമില്ലാത്തവരും മതന്യൂനപക്ഷങ്ങൾക്കും ഒരേ വാല്യൂ നൽകുന്നു. ഒരു വോട്ടിന് ആരാണോ വോട്ട് ചെയ്തത് എല്ലാവർക്കും ഒരു വാല്യൂ, ഒരു മൂല്യം അതുണ്ടാവാൻ പാടില്ല. ഇവിടത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭാവിയിൽ വോട്ട് ചെയ്യാൻ പാടില്ല, അവർ വോട്ടിന്റെ അവകാശികളാവാൻ പാടില്ല. നല്ലതല്ലേ? ഭേദഗതി ഉണ്ടാകണം. കാരണം ഇന്ത്യൻ പൗരന്മാരെ കീറി മുറിച്ച് ഇവിടത്തെ ബ്രാഹ്മണന്മാർക്ക് ഒന്നാം കിട പൗരന്മാരായി സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന ബാക്കിയുള്ള വിഭാഗക്കാർക്ക് മാത്രം വോട്ടിന്റെ അവകാശം. ന്യൂനപക്ഷങ്ങളോ, അവര് വോട്ടൊന്നുമില്ല. നിങ്ങൾ രാജ്യത്ത് വേണമെങ്കിൽ താമസിച്ചോ, ഞങ്ങൾ തരുന്ന നക്കാപ്പിച്ച എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അവകാശവാദങ്ങളുമായി ഇങ്ങോട്ട് വരരുത്. തരുന്നത് മേടിച്ചോണം, അവിടെയാണ് കഴിഞ്ഞോണം. ചിലപ്പോ അല്പം കഞ്ഞിയായിരിക്കും, അതും കുടിച്ച് അവിടെയാണ് കിടക്കണം. എന്നാൽ നിങ്ങളൊന്ന് പരിശോധിക്കണം. 1800-കൾക്ക് ശേഷം ഇന്ത്യ കണ്ടതിൽ വെച്ച് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോ, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം രൂപം കൊണ്ടപ്പോ ആദിവാസിയും ദളിതനും ക്രൈസ്തവനും ഒരുപക്ഷെ മുസ്ലിമും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടി വീരമൃത്യു മരിച്ചുവെങ്കിൽ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രോതാക്കളായിട്ടുണ്ടെങ്കിൽ, രക്തം നൽകി ഇവിടെ അവരുടെ ജീവിതവും ജീവനും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യത്തിന്റെ പൈതൃകം അവകാശപ്പെടുവാൻ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ഉചിതമായവർ ഇവിടുത്തെ ദളിതനാണ്, പിന്നോക്കക്കാരനാണ്, മതന്യൂനപക്ഷങ്ങളാണ്. അവരാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യ രാജ്യത്ത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരിശോധിക്കണം. ഇവിടെ കണക്കുകൾ നിരത്തുകയല്ല, പക്ഷേ അവകാശവാദങ്ങൾ നിരത്തുമ്പോ, രാജ്യത്തിന്റെ പൗരന്മാരെ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് മാറ്റി നിർത്തുമ്പോ, ഉദ്യോഗ തലങ്ങളിൽ നിന്ന് നിങ്ങൾ ഉദ്യോഗാർത്ഥികളായി വരേണ്ടവരല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുമ്പോ, ഇന്ത്യയുടെ ചരിത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. സ്വാതന്ത്ര്യത്തിനായി നിങ്ങൾ ഉണ്ടാവാതിരുന്നിട്ട് പോലും ഇന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് രാജ്യത്തിന്റെ എല്ലാമായി ഞങ്ങളാണ് വരേണ്ടത്, ഉണ്ടാകേണ്ടത് മനുസ്മൃതിയാണ്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളാണ് നിങ്ങൾ പാലിക്കേണ്ടതെന്ന് പറയുമ്പോ ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും, ഇത് നിങ്ങളുടെ വ്യാമോഹിക്കുവാൻ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് ആരും സ്ത്രീധനമായി തന്നിട്ടില്ല. മിസ്റ്റർ മോഹൻ ഭഗവതിനോ ഇവിടുത്തെ ഒരുപക്ഷെ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഇന്ത്യയെ ഇവിടെ ആരും നിങ്ങൾക്ക് ഒരുപക്ഷെ കുടുംബ സ്വത്തായോ സ്ത്രീധനമായോ നൽകിയിട്ടില്ല. ഇവിടെ പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങളുടെ ഒരു ഇന്ത്യ, ആ ഇന്ത്യയെ ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ്, മതമുള്ളവനും മതമില്ലാത്തവനും ഉള്ളതാണ് ഇന്ത്യ. ആ ഇന്ത്യയെ പിച്ച് ചീന്തിക്കൊണ്ട് ഈ വർഗീയ വിദ്വേഷം പമ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതാക്കി തീർക്കുവാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല എന്നാണ് ഇത്തരണത്തിൽ പറയുവാനുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി മോഹൻ ഭഗവതിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇവിടെ ഞങ്ങൾക്ക് വിദ്വേഷമില്ല, എല്ലാവരെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു.
ഇവിടെ എല്ലാവരും ഒരേപോലെ വസിക്കുന്നവരാകണം. കാരണം എന്താ? മനുസ്മൃതിയിൽ പറയപ്പെട്ടത് അവിടെ സ്ത്രീകൾക്ക് സ്ഥാനമില്ല, ദളിതന് സ്ഥാനമില്ല. ഇവിടുത്തെ അടിസ്ഥാന വർഗക്കാരായ ദളിത് പിന്നോക്കക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുസ്മൃതി കെട്ടിപ്പടുത്ത് രാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഒരുപക്ഷെ ഇരിക്കുവാൻ കഴിയുമോ എന്നുള്ള ആശങ്ക വന്നപ്പോ ചൂടുമാറ്റി. നാം പരിശോധിക്കണം. കാരണം ഈ മനുസ്മൃതി ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇവിടെ വർണ്ണവർഗ വിവേചനത്തിന്റെ അധിഷ്ഠിതമായിട്ടാണ്. അതിൽ ഒരു ഖണ്ഡികയിൽ പോലും എല്ലാവരും തുല്യരാണെന്നോ അല്ലെങ്കിൽ അവരെ എല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നോ എന്നുള്ള ഒന്ന് മനുസ്മൃതിയിലോ അല്ലെങ്കിൽ RSSന്റെ വിചാരധാരയിലോ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഭരണം കൈയാളേണ്ടവർ ബ്രാഹ്മണന്മാരാണ്, അല്ലെങ്കിൽ അതുപോലുള്ള മേൽജാതിക്കാരാണ്. ഇവിടുത്തെ ഉദ്യോഗ തലങ്ങളിൽ വരേണ്ടത് മേൽജാതിക്കാരാണ്. നിങ്ങൾ ഒരു പരിശോധന നടത്തി നോക്കണം. പാർലമെന്റിന്റെ വിവിധ തസ്തികകളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ പരിശോധിച്ചാൽ ഒരു പക്ഷേ ഒരു ദളിതനുണ്ടാകില്ല, ഒരു മതന്യൂനപക്ഷക്കാരുണ്ടാകില്ല. അതുപോലെ ഉന്നത ഉദ്യോഗ തലങ്ങളിൽ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ BJP പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ ഒരു ദളിതനെ കാണണമെങ്കിൽ ഒരു പക്ഷേ മഷിയിട്ട് നോക്കണം. ഒരു പിന്നോക്കക്കാരനെ കാണണമെങ്കിൽ ഉന്നത ഉദ്യോഗങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. പശുവിന്റെയും ഈ മാംസത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ തെരുവീഥികളിൽ അക്രമങ്ങൾ അയച്ചുവിട്ടുകൊണ്ട് ജനകീയമായ പ്രതിരോധത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങൾക്ക് നിങ്ങൾ ഊന്നൽ നൽകുമെന്ന് കാണുമ്പോ ഇവിടെ വർഗീയപരമായ പരാമർശം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വർഗീയപരമായ ചിന്തകളെ നിങ്ങൾക്ക് കിട്ടി തന്നുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ ബ്രെയിനെ അവർ മാറ്റിവിടുന്നു. നിങ്ങൾ പരിശോധിക്കുക. രാജ്യത്തിന്റെ സാമ്പത്തിക കടം കിട്ടാക്കടമായി എഴുതി തള്ളിയിട്ടുള്ളത് ഇവിടുത്തെ വ്യവസായികളിൽ പ്രമുഖരായിട്ടുള്ള അദാനിയുടെയും അംബാനിക്കും എത്ര ലക്ഷം കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്, ഒരുപക്ഷെ എഴുതി തള്ളിയിട്ടുണ്ട്. വിവിധ മേഖലകളിലുള്ള പ്രതിരോധ മേഖലകൾ ഉൾപ്പെടെയുള്ള കരാറുകൾ അവർക്ക് തീറെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. രാജ്യ പുരോഗതിക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അത് കോടികൾ അഴിമതിയാണെന്ന് ഒന്നൊന്നായി ബ്രിട്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ അതിന്റെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പുരോഗതിയല്ല അവർക്ക് ലക്ഷ്യം, മറിച്ച് കോടികൾ അവർ പറയുന്ന അവരുടെ ബിനാമികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് 2014 തൊട്ട് ഇന്ന് വരെ 2025 വരെയും ഇവിടെ BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡീൽ എന്ന് പറയുന്നത്. RSS മുന്നോട്ട് വയ്ക്കുന്ന 7 മുഖങ്ങളുള്ള ഒരു തന്ത്രമാണ് പിന്തുടരുന്നത്. 7 മുഖങ്ങളുള്ള ഒരു തന്ത്രം. ഇതൊരു പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒന്നാമത്, പൗരാണിക ഇന്ത്യ ചരിത്രത്തെ വിമർശനരഹിതമായ മഹത്വവൽക്കരിക്കലിലൂടെ. പൗരാണിക ഇന്ത്യ ചരിത്രത്തെ നമുക്കറിയാമല്ലോ, ഒരു മഹത്വവൽക്കരിക്കും. ചരിത്രങ്ങള് അല്ലെങ്കിൽ അതിന്റെ ആഖ്യാനങ്ങള് അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, വേണം എന്നൊക്കെ പറയും. രണ്ടാമത്, ഒരേ രൂപഭാവങ്ങളോട് കൂടിയ ഹിന്ദു സ്വത്വവും ഏകശില നിർമ്മിതമായ ഹിന്ദു മതവും കൃത്രിമമായി നിർമ്മിക്കുന്നതിലൂടെ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ഏകശില ഒരു സംവിധാനം ഇവിടെ കെട്ടിപ്പടുക്കണം, ഏക സിവിൽ കോഡുള്ള നമുക്കറിയാലോ ഒരു നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണം. എന്നാൽ അവിടെ ഹിന്ദുത്വപരമായ ഒരു സംവിധാനത്തെയും അവരിങ്ങനെ കെട്ടിപ്പടുത്ത് അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയെടുക്കുന്നു. മൂന്നാമതായി, രാഷ്ട്രം നേരിടുന്ന എല്ലാ തിന്മകളുടെയും മൂല കാരണം, രാജ്യത്തുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പ്രശ്നം ഇവിടുത്തെ ദളിതനും ക്രിസ്ത്യാനികളും
മുസ്ലിമുകളും കമ്മ്യൂണിസ്റ്റുകാരുമാകും. മനസ്സിലായില്ലേ? രാജ്യത്തുണ്ടാകുന്ന മൂല കാരണം പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ആരാ? ഈ മതന്യൂനപക്ഷങ്ങളാണ്, അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗക്കാരാണെന്ന് അവരിന്ന് വരച്ച് കാട്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഇന്ത്യൻ മുസ്ലിങ്ങളെയും ഹിന്ദുത്വത്തിന്റെ വിമർശകരെയും ദേശവിരുദ്ധരായും പാകിസ്ഥാൻ അനുകൂലികളായും ചിത്രീകരിക്കും. മനസ്സിലായില്ലേ? ഹിന്ദുത്വത്തെ വിമർശിക്കുന്നവർ, മുസ്ലിങ്ങളെ അനുകൂലിക്കുന്നവർ, അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെയും ഹിന്ദുത്വത്തെയും എതിർക്കുന്ന ആൾക്കാർ ഈ ഹിന്ദുത്വത്തെ എതിർക്കുകയും മുസ്ലിങ്ങളെ അനുകൂലിക്കുകയും ചെയ്യുന്നവരെ ഉടനെ അവർ പറയും പാകിസ്ഥാൻകാരാണ്, പാകിസ്ഥാൻ അനുകൂലികളാണ്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ചാരന്മാരാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ള ഒരു വസ്തുതാപരമായ സംഗതിയാണ്. അഞ്ചാമതായി പറയുന്നത്, RSS പ്രത്യയശാസ്ത്രത്തിന് എതിരായി ഭൂതകാലത്ത് നിന്നും ആർജിച്ച ആശയങ്ങളെയും പാരമ്പര്യങ്ങളെയും എല്ലാം വിദേശ ആശയങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട ഇടതുപക്ഷത്തിന്റെയും ലിബറൽ ബുദ്ധിജീവികളുടെയും കള്ളക്കഥകളാണെന്ന നിലയിൽ ആക്രമിക്കുന്നതിലൂടെ യുവ മനസ്സുകളെ ദുഷിപ്പിക്കുന്നതിന് പാഠപുസ്തകങ്ങൾ പൊളിച്ചെഴുതി വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്കുള്ള ഓരോ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്താണോ അവർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് യുവ മനസ്സുകളെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ് പാഠക പുസ്തകങ്ങളിലെ ചരിത്രപരമായ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന വസ്തുതാപരമായ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് സാങ്കല്പികമായ ചരിത്രങ്ങളെ അവർ എഴുതി ചേർക്കുന്നു. ആറാമത്, വർഗീയ സംഘർഷങ്ങളും സംഘടനകളും സൃഷ്ടിക്കുന്നതിനായി ഹിന്ദുക്കൾക്കിടയിൽ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും വെറുപ്പും വിദ്വേഷവും വളർത്തിയെടുത്തുകൊണ്ട് സമുദായങ്ങളെ ചേരിതിരിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രക്ഷോഭം ഉണ്ടാക്കുന്നതിലൂടെ അവർക്ക് സാധിക്കുന്നു. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ ഓരോ വിഷയങ്ങൾ ആനുകാലിക സംഭവവികാസങ്ങൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. മുസ്ലിങ്ങളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒക്കെ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആനുകാലിക സംഭവ വികാസങ്ങളെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനു വേണ്ടുന്ന എല്ലാ ഉത്തേജനങ്ങളും അവർ നൽകിക്കൊണ്ടിരിക്കും. കാരണം വർഗീയപരമായ ഒരു വിദ്വേഷം അവരിൽ ഉണ്ടാകണം, അവരൊരിക്കലും ഒന്നിക്കാൻ പാടില്ല. ഏഴാമത്, തങ്ങളുടെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കുന്നതിന് മതഭ്രാന്തരുടേതായ അർദ്ധ സൈനിക സംഘടന കെട്ടിപ്പടുക്കുന്നതിലൂടെ ഭരണകൂടത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടും തങ്ങളുടെ ലക്ഷ്യം നേരിടുന്നതിന് അതിനെ ഉപയോഗിച്ചുകൊണ്ടും അവർ പ്രാവർത്തികമാക്കും. കൊള്ളാല്ലേ അജണ്ട? മതഭ്രാന്തരായ ഒരു വിഭാഗങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഇവര് നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു കലുഷിതമായ അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഏഴാമതായിട്ടുള്ള അജണ്ട. ഈ രാജ്യത്ത് നമ്മളൊന്ന് ആലോചിക്കണം, അതിനിടയ്ക്ക് പറയാതെ വയ്യ. ഭരണഘടന നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് അവിടെ ഭരണം സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം ഏറ്റെടുത്തിട്ടുള്ള ഒരു പാർട്ടിയുടെ സംഘടനയിൽ നിന്നുണ്ടാകുന്ന ഒരു വസ്തുതാപരമായ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നീതിപൂർവവും വിവേകപൂർവവും ഈ വസ്തുതാപരമായ സംഗതികളെ വിശകലനം ചെയ്തുകൊണ്ട് നാം ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യണം. ഏഴാമത്, തങ്ങളുടെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കുന്നതിന് നമ്മൾ ഈ പറഞ്ഞ മതഭ്രാന്തരെ കെട്ടിപ്പടുക്കുമ്പോ ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം ഏറ്റവും വലുതാണ്. കാരണം വർഗീയ സംഘർഷങ്ങളിലൂടെ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ വലിയ ആധാരമാകുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നു. രാജ്യത്തിന്റെ മതമൈത്രി തച്ചു തകർത്തുകൊണ്ട് പുരോഗമനാത്മകമായ ചിന്തകളെയും ഈ പുരോഗമനപരമായ ചിന്തകളെയും അവരുടെ ബുദ്ധികളെയും മുരടിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ രാജ്യത്തിന്റെ തന്നെ ഈ ഇന്ന് ഇന്ത്യ നമ്മൾ പരിശോധിക്കുമ്പോ ഇവിടെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന്
ഇവിടത്തെ സംഘടനാ രാഷ്ട്രീയ പരമായ ഒരു ഒത്തുചേരൽ ഒരു തടയിട്ടുകൊണ്ട് ഇവിടെ നമുക്കുണ്ടാകേണ്ടത് ഹിന്ദു രാഷ്ട്രമാണെന്ന സങ്കല്പത്തിന്മേൽ ഇന്ന് സർവ്വസാധാരണമായ ചർച്ചകളും അതിന്മേലുള്ള വിശകലനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതൊന്നും ഒളിഞ്ഞും തെളിഞ്ഞും മാറിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വസ്തുതാപരമായ ഒരു വിശകലനവും ചർച്ചയും റിപ്പോർട്ടും ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഇവിടത്തെ മീഡിയാസും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അതിന് കൂച്ചു വിലങ്ങിട്ടുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും മാത്രം ഇന്ത്യയിൽ നടപ്പാക്കാവൂ എന്നുള്ള ഒരു രാഷ്ട്രീയത്തോടു കൂടി ഇന്ത്യയുടെ ചരിത്രങ്ങളെയും ഇവിടുത്തെ ഭരണഘടനയെയും എല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ഓരോ ജനുവരി 26-ഉം ഡോക്ടർ BR ബാബാ സാഹിബ് അംബേദ്കറുടെ ആ രാഷ്ട്രത്തിന് വേണ്ടി ലോക ജനതയ്ക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യയുടെ എല്ലാ പൈതൃകത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വിഭാവനം ചെയ്ത ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും സർവാത്മന പ്രതിജ്ഞാബദ്ധരായി നിന്നുകൊണ്ട് ഈ രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണഘടന ഇവിടെ നിലനിൽക്കണം. ഇവിടെ മതാധിഷ്ഠിതമായ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് പകരം എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപക്ഷെ വർണ്ണവർഗ വിവേചനങ്ങൾക്ക് അതീതമായി ഈ രാജ്യത്തൂടെ വസിക്കുവാനും യാത്ര ചെയ്യുവാനും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് തന്നെ ആസ്വദിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാകണമെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വീണ്ടും നാം പിറവി കൊടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഈ പൈതൃകത്തെ എന്നും കാത്തു സൂക്ഷിക്കുവാൻ ഇവിടുത്തെ ദളിത് പിന്നോക്ക മതന്യൂനപക്ഷങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി നിസ്വാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ അംബേദ്കർ സ്ക്വയർ പരിപാടിക്ക് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് സോഷ്യൽ ഡെമോക്രസി.